So hi all, welcome to my YouTube channel. This is the first YouTube video. For time almost 10:15 ആയിട്ടുണ്ട്. And today we will be hitting back and biceps. അപ്പോൾ നമുക്ക് പെട്ടെന്ന് റെഡി ആവാം, എന്നിട്ട് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ പറയാം. So guys, welcome to my YouTube channel Strengthoscope. എന്നെ പറ്റി പറയുകയാണെങ്കിൽ മൈസെൽഫ് ലിൻഡോ, തേർഡ് ഇയർ പ്രൊഫഷണൽ MBBS സ്റ്റുഡൻ്റ് ആണ് ഞാൻ. ഓൾസോ ഞാൻ പാർട്ട് ടൈം ആയിട്ട് ഫിറ്റ്നസ് ട്രെയിനറായിട്ട് വർക്ക് ചെയ്യുക. ദിസ് ഈസ് മൈ ജിം. ചാനലിനെ പറ്റി പറയുകയാണെങ്കിൽ ഈ ചാനലിൽ മെയിൻലി ഞാൻ ഫിറ്റ്നസ് കണ്ടൻ്റ് ആണ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്, which includes workouts, diet, main thing. I'll be explaining each and everything in scientific manner as much as possible. I will be explaining many of the research papers in this channel. At the same time ഞാൻ ലൈഫ് വ്ലോഗ്സ്, അതുപോലെ എൻ്റെ പേഴ്സണൽ ഡ്രീംസ് ആൻഡ് അച്ചീവ്മെൻറ്റ്സ് അതൊക്കെ ഞാൻ ഇവിടെ ഷെയർ ചെയ്യുന്നതാണ്. ഓക്കെ, യൂട്യൂബിന് എന്തുകൊണ്ട് യൂട്യൂബ് എന്ന പ്ലാറ്റ്ഫോം സെലക്ട് ചെയ്യാനുള്ള റീസൺ എന്ന് വെച്ചാൽ ഐ ഓൾവേസ് വാണ്ടഡ് ടു ഡു സംതിങ് ബിഗ് ഇൻ കേസ് ഓഫ് ഫിറ്റ്നസ്. എനിക്ക് ജസ്റ്റ് ഒരു ഷോർട്ട് ഫോം കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്നതിൽ ഇൻട്രസ്റ്റഡ് ആണെങ്കിലും ഐ വാണ്ടഡ് ടു ഗോ ഡെപ്ത് ഇൻ ഈച്ച് ആൻഡ് എവറി ടോപ്പിക്. ദർ ഇസ് ഓൺലി വൺ പ്ലാറ്റ്ഫോം അവൈലബിൾ ഫോർ ലെന്തി ആൻഡ് ഡെപ്ത് ഫുൾ ഇൻഫർമേഷൻ സ്പ്രെഡ് ചെയ്യാൻ പറ്റണമെങ്കിൽ അത് യൂട്യൂബിൽ മാത്രമേ ആ ഒരു പ്ലാറ്റ്ഫോമായിട്ട് അവൈലബിൾ ആയിട്ടുള്ളൂ. സോ ഐ ഡിസൈഡ് ടു ചൂസ് യൂട്യൂബ്. മാത്രമല്ല, ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങണമെന്ന് പണ്ടേ എൻ്റെ വലിയൊരു ഡ്രീമായിരുന്നു. സോ ഇന്നത് അതിനുള്ള തുടക്കം ഞാൻ ഇട്ടു. സോ ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് വർക്കൗട്ടിൻ്റെ ഇടയിൽ നമ്മളിതേപോലെ റെസ്റ്റ് എടുക്കുന്ന സമയത്ത് ഞാൻ കാര്യങ്ങളെല്ലാം പറയാം. ഓക്കെ, വി വിൽ ബി ഹിറ്റിംഗ് ബാക്ക് ആൻഡ് ബൈസെപ്സ്. ആക്ച്വലി ഞാൻ എൻ്റെ വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് കോമ്പൗണ്ട് മൂവ്മെൻറ്റ്സ് വഴിയാണ്. സോ ഇന്ന് ഞാൻ കോമ്പൗണ്ട് മൂവ്മെൻറ്റ് അങ്ങനെ വർക്കൗട്ട്സ് കുറച്ചായി വെച്ചിരിക്കുന്നത്. എനിക്കിപ്പം വീഡിയോൻ്റെ കാര്യത്തിൽ ഇന്നത്തെ ഡേ ഞാൻ കൂടുതൽ ഡെഡിക്കേറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഫസ്റ്റ് ഐ വിൽ ബി ഡൂയിങ് ലാറ്റ് പുൾ ഡൗൺ. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ ലാറ്റ് പുൾ ഡൗൺ ചെയ്യുമ്പോൾ എൻ്റെ ഇടയിൽ ഗ്യാപ്പ് കിട്ടുന്ന സമയത്ത് സംസാരിക്കാം. ഓക്കെ, ഡൺ, ലെറ്റ്സ് ഗോ. സോ ഓക്കെ, അപ്പോൾ ഞാൻ മുമ്പ് പറഞ്ഞ പോലെ ഐ എം തേർഡ് ഇയർ മെഡ് സ്റ്റുഡൻറ്റ്. ദിസ് ഇയർ ദ തേർഡ് ഇയറിലാണ് ആസ് എ മെഡിക്കൽ സ്റ്റുഡൻറ്റ് മാക്സിമം ഫ്രീ കിട്ടുന്ന അക്കാഡമിക്സിൽ നിന്ന്. ബിക്കോസ് ദർ ഇസ് ഓൺലി 2 major subjects to study in this year. As I told, it was always my dream to start a YouTube channel. This is a perfect time. As a academical year ആയിട്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ this is a perfect time to start. I could have started this 1 month back. എൻ്റെ കുറേ കഴപ്പെന്ന് വേണമെങ്കിൽ പറയാം. So my plan was to start the channel with everything in a perfect manner. അത് ആ പെർഫെക്ഷൻ ചേസ് ചെയ്ത് എൻ്റെ ടൈം പോകുന്നത് ഞാൻ അറിഞ്ഞില്ല. സോ 1 month കഴിഞ്ഞു തേർഡ് ഇയർ ആക്ച്വലി സ്റ്റാർട്ടായിട്ട്. ഞാൻ വിചാരിച്ചു എന്തായാലും സമയത്ര പോവാ, എന്തിനാ ഈ പെർഫെക്ഷനെ ചേസ് ചെയ്യുന്നത്, ജസ്റ്റ് സ്റ്റാർട്ട് ദ വീഡിയോ. അങ്ങനെ ഞാൻ ഇപ്പം സ്റ്റാർട്ട് ചെയ്യുക. സോ ആസ് ഐ ടോൾഡ്, ദിസ് ചാനൽ ഈസ് മെയിൻലി ഫോക്കസിങ് ഓൺ ഫിറ്റ്നസ് കണ്ടന്റ്. But mainly I am doing this channel for educational purpose. Maximum research paper ഒക്കെ ഞാൻ എന്തായാലും ഈ ഇയറിൽ വായിക്കാൻ പ്ലാൻ ഇട്ടിട്ടുണ്ട്. സോ എവറി ടോപ്പിക് ഐ വിൽ ബി ഡിസ്കസിങ് മെയിൻലി ഇൻ ദിസ് ചാനൽ വിൽ ബി കവേർഡ് ഇൻ ഡെപ്ത്. സോ മാക്സിമം റിസർച്ച് പേപ്പേഴ്സിനെ എക്സ്പ്ലെയിൻ ചെയ്യും, സയൻറ്റിഫിക് എവിഡൻസസ്. അതാണ് എൻ്റെ മെയിൻ ടാർഗറ്റ്. So I am sure that if a person who is really committed to health and everything, this channel is a lifesaver for them. Because I am doing all the work. ഞാൻ ഡയറക്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യുക. എനിക്കും അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ എനിക്കും പ്രോഫിറ്റേ ഉള്ളൂ. ബിക്കോസ് മൈ നോളജ് ഈസ് ഇൻക്രീസിങ്. അറ്റ് ദ സെയിം ടൈം ഐ എം ലവിങ് ദിസ് ജോബ്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം ആക്ച്വലി ഫിറ്റ്നസിൻ്റെ കാര്യം എപ്പോഴും പറയാം. സോ ഐ ജസ്റ്റ് വാണ്ട് ടു ഹെൽപ്പ് യു ഓൾ. ഓക്കെ, ലെറ്റ്സ് ഗോ. I can sit. I did barbell rows. Pinne also I did vertical traction. So that was pretty much it for workout. I mainly back in cheythu. I'll be going to do biceps. Meanwhile, ഞാൻ എൻ്റെ റിയൽ ഡെൽറ്റും കൂടെ ട്രെയിൻ ചെയ്യാറുണ്ട്. വിൽ ഡു ദാറ്റ് ഇൻ ദ എൻഡ്. റൈറ്റ് നൗ ഐ എം ഗോയിങ് ടു ഡു ബൈസെപ്സ് വർക്കൗട്ട്. സോ 2 വർക്കൗട്ടാണ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ലെറ്റ്സ് ഗോ.
ഓക്കെ, ഐ ഗെസ് ഇപ്പോൾ ബെറ്ററായിട്ട് കാണാൻ പറ്റുന്നു. തേർഡ് ഇയർ ക്ലാസ് സ്റ്റാർട്ടായി. അപ്പോഴത്തേക്കും ഫസ്റ്റ് പോസ്റ്റിംഗ് എൻ്റെ ലേബർ റൂം പോസ്റ്റിംഗ് ആയിരുന്നു. ആ സമയത്ത് ആക്ച്വലി ഇറ്റ്സ് വെരി ടഫ് ടു മെയിൻറ്റെയിൻ എവറിത്തിങ്. ഡയറ്റൊക്കെ കംപ്ലീറ്റ്ലി ആ സമയത്ത് ഡയറ്റ് എക്സാമൊക്കെ ആയപ്പോൾ ഓൾമോസ്റ്റ് എക്സാംസ് ആയപ്പോൾ എൻ്റെ ഡയറ്റ് കംപ്ലീറ്റ്ലി പോയി. എൻ്റെ ഒരു സിസ്റ്റം മൊത്തത്തിൽ കംപ്ലീറ്റ്ലി ഡാമേജ് ആയിട്ടുണ്ട്. എൻ്റെ 1 month ഡിലേ ഞാൻ പറഞ്ഞില്ലേ ചാനൽ തുടങ്ങുന്നത്. ഒരു മെയിൻ റീസൺ ലേബർ റൂം പോസ്റ്റിങ്സ് ആയിരുന്നു. ബട്ട് ഞാൻ കൂടുതൽ എക്സ്ക്യൂസ് ഒന്നും പറയുന്നില്ല. ഇഫ് ഐ റിയലി പുട്ട് മൈ ഹാർട്ട് ആൻഡ് മൈൻഡ് ടു ഇറ്റ്, എനിക്ക് ജനുവരി ടൈമിൽ എൻ്റെ ചാനൽ തുടങ്ങാൻ പറ്റുമായിരുന്നു. അതിനെപ്പറ്റി ഇനി പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഓക്കെ, ഇന്നത്തെ നമ്മളെ വീഡിയോ മെയിൻലി ഈസ് ഓൺ ദ ടോപ്പിക് സ്ലീപ്പ്. വിൽ ബി കവറിങ് ഇൻ ഡെപ്ത് അബൌട്ട് സ്ലീപ്പ്. എൻ്റെ ലൈഫിൽ എൻ്റെ കൺട്രോളിൽ നിൽക്കാത്തൊരു മെയിൻ കാര്യം സ്ലീപ്പ്. എന്താണ് ഒരു സ്ലീപ്പ് എന്നൊരാൾ ചോദിച്ചു കഴിഞ്ഞാൽ, സോ വാട്ട് വിൽ ബി ദ ആൻസർ? ഡെഫിനിഷൻ ഓഫ് സ്ലീപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ്സ് എ നാച്ചുറൽ പ്രോസസ് വെയർ അവർ മൈൻഡ് ആൻഡ് ബോഡി വിൽ ബി ഇൻ എ കംപ്ലീറ്റ് റിലാക്സ് സ്റ്റേറ്റ്. ബിക്കോസ് ഒരു പേഴ്സണിന് 24/7 ആക്റ്റീവായിട്ടിരിക്കാൻ പറ്റത്തില്ല. ഹിസ് മൈൻഡ് ആൻഡ് ബോഡി നീഡ്സ് റെസ്റ്റ്. സോ നമ്മളെ ബോഡി ആ റെസ്റ്റ് എടുക്കുന്നത് സ്ലീപ്പിൻ്റെ ഫോമിലാണ്. അതർ ദാൻ ദിസ്, നമ്മൾ സ്ലീപ്പിലേക്ക് പോകുമ്പോൾ നമ്മളെ ബോഡി വിൽ ബി ഇൻ കംപ്ലീറ്റ്ലി അൺകോൺഷ്യസ് സ്റ്റേറ്റ്. ഇറ്റ്സ് എ വെരി വാസ്റ്റ് ടോപ്പിക്. സ്ലീപ്പിൻ്റെ കാര്യത്തിൽ ഇനി സ്റ്റഡീസ് നടന്നുകൊണ്ടിരിക്കുക. ഇഫ് ഐ റാൻഡംലി ഗോ ഔട്ട്സൈഡ് ആൻഡ് ആസ്ക് എ പേഴ്സൺ എന്താണ് നിങ്ങളെ രീതിയിലൊരു പ്രോപ്പർ സ്ലീപ്പ്, എത്ര ലെന്തിയാണ് ഒരു പ്രോപ്പർ സ്ലീപ്പ് എടുക്കാണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈച്ച് പേഴ്സൺ വിൽ ബി ഹാവിങ് ദെയർ ഓൺ എക്സ്പ്ലനേഷൻ. ദ ലെന്ത് ഓഫ് സ്ലീപ്പ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ്സ് ആക്ച്വലി ഇൻ ദ റേഞ്ച് ഓഫ് 7 to 10 hours. So that's the proper ടൈം റേഞ്ച്. സ്ലീപ്പിനെ പറ്റി ഇനി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നതിന് മുമ്പേ നമുക്ക് സ്റ്റേജസ് ഓഫ് സ്ലീപ്പിനെ പറ്റി നമുക്ക് പറയാൻ മുമ്പ്, ഇപ്പോൾ സ്ലീപ്പിന് ബേസിക്കലി 4 സ്റ്റേജസ് ഉണ്ട്. സ്റ്റേജ് 1, സ്റ്റേജ് 2, സ്റ്റേജ് 3, സ്റ്റേജ് 4. സ്റ്റേജ് 1, 2 and 3 is known as NREM sleep. Stage 4 is known as REM sleep. NREM sleep എന്ന് പറയുമ്പോൾ നോൺ റാപ്പിഡ് ഐ മൂവ്മെൻറ്റ് സ്ലീപ്പ് ആൻഡ് REM എന്ന് പറയുമ്പോൾ റാപ്പിഡ് ഐ മൂവ്മെൻറ്റ് സ്ലീപ്സ്. NREMൽ 3 ക്ലാസ് പോയിട്ടുണ്ട്. NREM 1, NREM 2, NREM 3. NREM 1 എന്ന് പറയുമ്പോൾ ഇറ്റ്സ് നോൺ എസ് ലൈറ്റ് സ്ലീപ്പ്. ജസ്റ്റ് ഒന്ന് സ്ലീപ്പിൻ്റെ സ്റ്റാർട്ടിംഗ് സ്റ്റേജിലേക്ക് പോകുന്ന കണ്ടീഷനാണ്. ഇറ്റ് വിൽ ലാസ്റ്റ് ഓൾമോസ്റ്റ് 5% ഓഫ് അവർ ടോട്ടൽ സ്ലീപ്പ് സൈക്കിൾ. ദെൻ NREM 2 സ്ലീപ്പ്, അവിടെ കുറച്ചും കൂടെ ഡീപ്പർ സൈക്കിളിലേക്ക് പോകും. ഇനി നമ്മളെ മെയിൻ സ്റ്റേജ് വരുന്നത് NREM 3 സ്റ്റേജ്. ദിസ് സ്റ്റേജ് വിൽ ബി ഓൾമോസ്റ്റ് 25% ഓഫ് ദ സ്ലീപ്പ് സൈക്കിൾ. മാക്സിമം ഡീപ്പ് സ്ലീപ്പിലേക്ക് പോകുന്ന ടൈമാണ് ഈ ടൈം. ആൻഡ് ദിസ് ഈസ് എ മോസ്റ്റ് ക്രൂഷ്യൽ സ്റ്റേജ് വി നീഡ് ആസ് എൻ അത്ലീറ്റ്. നമുക്ക് വേണ്ട ഏറ്റവും ഇമ്പോർട്ടൻറ്റ് സ്റ്റേജ് എന്ന് പറഞ്ഞാൽ ഈ NREM 3 ആണ്. ദെൻ കംസ് REM sleep. It lasts about almost next 25% of our sleep cycle. REM sleep will be lasting about 90 minutes and total NREM and REM sleepും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ നമുക്കൊരു 120 minutes ആകും. സോ അപ്പോൾ എല്ലാവരും ചോദിക്കും 2 hours അല്ലേ ഒരു പ്രോപ്പർ സ്ലീപ്പിൻ്റെ? നോ, ഈ സൈക്കിൾ NREM പ്ലസ് REM സൈക്കിൾ ഒരു 4 to 6 ടൈം കണ്ടിന്യൂസ് ആയിട്ട് സൈക്കിൾ ചെയ്യണം. ദാറ്റ്സ് എ പ്രോപ്പർ സ്ലീപ്പ്. സോ അങ്ങനെ ഓവറോൾ നോക്കുമ്പോൾ ആസ് ഐ ടോൾഡ് ഒരു 7 to 10 hours ആയിരിക്കണം ഒരാളെ പ്രോപ്പർ സ്ലീപ്പ് ലെന്ത് എന്ന് പറയുന്നത്. ഇറ്റ്സ് ഓൾമോസ്റ്റ് 12 o'clock in the night. കാരണം ഫസ്റ്റ് ടൈം ഞാൻ ഇങ്ങനെ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. സോ എന്തായാലും സമയം ലേറ്റ് ആവും. അപ്പോൾ ഞാൻ ഡയറക്റ്റ് വീട്ടിലേക്ക് പോവാം. സോ അവിടെ വെച്ചിട്ട് എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാം. ഇത്രയും നേരം നിങ്ങൾ കണ്ടിരുന്നെങ്കിൽ ഐ റിയലി അപ്രീഷിയേറ്റ് യു ലവ്. സോ ഇനി ഞാൻ നേരെ വീട്ടിൽ പോവാം. അവിടെ വന്നിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. ഓക്കെ, ഐ ഹോപ്പ് ദാറ്റ് ഈ ഫസ്റ്റ് വീഡിയോ കാണുന്ന എല്ലാവരും എൻ്റെ കൂടെ തന്നെ എപ്പോഴും കാണും എന്ന് വിശ്വസിക്കുക. എന്തായാലും ഒരു പ്രോപ്പർ ഇൻട്രൊഡക്ഷൻ വീഡിയോ നമുക്ക് ഫ്യൂച്ചറിൽ ചെയ്യാം. ആസ് ഐ ടോൾഡ്, ഞാൻ ഇനി വലിച്ചു നീട്ടുന്നില്ല, ഡയറക്റ്റ് എൻ്റെ ചാനൽ സ്റ്റാർട്ട് ചെയ്യാൻ തീരുമാനിച്ചു. സോ അങ്ങനെ ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഈ വീഡിയോയിൽ എന്തെങ്കിലും ഇമ്പ്രൂവ്മെൻറ്റ്സ്, എന്തൊക്കെ ഫോൾട്ട്സ് ആണുള്ളതെന്ന് പ്ലീസ് കമൻറ്റ് സെക്ഷനുണ്ട് പറഞ്ഞ് സഹായിക്കുക. ഐ വിൽ ട്രൈ മൈ ലെവൽ ബെസ്റ്റ് ടു ചേഞ്ച് ദാറ്റ്. സോ എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ പ്ലീസ് കമൻറ്റ് സെക്ഷനിൽ ഇടാവുന്നതാണ്. ഓക്കെ, ലെറ്റ്സ് ഗോ.